രുചികരമായ പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി കഴുകി രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും അതൊന്നുകൂടെ കഴുകി മിക്സിയുടെ ജാറിലിട്ടു. ഇളം തേങ്ങ തിരകിയ ഒരു തേങ്ങ ഉണ്ടായിരുന്നു, അത് ചിരകിയ തേങ്ങയും അതിലേക്കിട്ടു. 1/2 കപ്പ് ചോറും 1/2 ടീസ്പൂണോളം ഈസ്റ്റ്, 2-3 ടീസ്പൂണോളം പഞ്ചസാര, തേങ്ങ പൊട്ടിച്ച വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തു. യാതൊരു തരിയില്ലാതെ നല്ലതുപോലെ അരഞ്ഞു കിട്ടണം. അതിനുശേഷം അത് ഒരു രാത്രി മുഴുവൻ ഞാൻ അടച്ചു വെച്ചിരുന്നു. രാവിലെ അത് തുറന്നു നോക്കിയപ്പോഴേക്കും നല്ലതുപോലെ അത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് ഇളക്കി. ചട്ടി അടപ്പത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ തൂത്തു. അതിനുശേഷം ഒരു തവി മാവ് ഞാൻ കോരിയൊഴിച്ചു. അന്ന് വട്ടം ചുറ്റിച്ചു അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോഴേക്കും പാലപ്പം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഇന്ന് പാലപ്പവും ചിക്കൻ കറിയായിരുന്നു. അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പേരക്കുട്ടിയുണ്ട്. അവനെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിട്ടാൽ കഴിക്കാൻ പാടാണ്. അതുകൊണ്ട് അവന് ഉച്ചയ്ക്കത്തെ ലഞ്ച് ബോക്സിലേക്ക് 2 അപ്പം എടുത്തു വെച്ചു, കുറച്ച് ചിക്കൻ കറിയും കൊടുത്തു വിട്ടു. അവനും അന്ന് ഹാപ്പി ആയിട്ട് ആഹാരം അന്ന് ഉച്ചയ്ക്ക് കഴിച്ചെന്ന് പറഞ്ഞു. വളരെ ടേസ്റ്റുള്ള അപ്പമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്, നല്ലൊരു സോഫ്റ്റുമാണ്.